ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ പഠന പാരായണത്തിൻ്റെ 68-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം നേരുന്നു. നമ്മൾ ഇന്ന് സംഖ്യയുടെ പുസ്തകം 19-20 അധ്യായങ്ങളും നിയമാവർത്തനത്തിൻ്റെ 21, അതുപോലെ സങ്കീർത്തനത്തിൻ്റെ 100 ഇത്രയും അധ്യായങ്ങളാണ് നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനും ഒക്കെ വിഷയമാക്കുക. സംഖ്യയുടെ പുസ്തകം 19-ാം അധ്യായം, അതിൻ്റെ ആദ്യ ഭാഗം ശുദ്ധീകരണ ജലം തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ചെമന്ന ഒരു പശുക്കിടാവിനെ കൂടാരത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി ബലിയർപ്പിക്കുകയും അതിൻ്റെ ചാരമെടുത്ത് സൂക്ഷിക്കുകയും ആ ചാരം കലർത്തിയ ജലം ശുദ്ധീകരണ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് അവർക്ക് ദൈവം. ശേഷം പറയുന്നത്, മൃതശരീരത്തെ സ്പർശിക്കുന്ന വ്യക്തി എങ്ങനെ ശുദ്ധീകരിക്കപ്പെടണം. കൂടാരത്തിനുള്ളിൽ വെച്ച് ഒരാൾ മരിച്ചാൽ ആ കൂടാരവും അവിടെയുള്ള പരിസരങ്ങളും എങ്ങനെ ശുദ്ധീകരിക്കപ്പെടണം. തുറന്ന് വെച്ച ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളവും പോലും എങ്ങനെ ശുദ്ധീകരിക്കപ്പെടണമെന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം. അനുദിന ജീവിതത്തിലെ കുറേ കാര്യങ്ങളിലേക്കുള്ള സൂചനകളും ശ്രദ്ധകളുമാണ് ഓരോന്നോരോന്നായി ദൈവം അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. 20-ാം അധ്യായത്തിൽ പാറയിൽ നിന്ന് അവർക്ക് ജലം നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. 20-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് മരിയാം മരിച്ച് സംസ്കരിക്കപ്പെടുകയാണ് സീൻ മരുഭൂമിയിൽ വെച്ച്. തുടർന്ന് അവർ കാദേശിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് വലിയ ജലക്ഷാമം അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാദേശിൽ വെച്ച് ജനം മോശയ്ക്കും അഹറോനുമെതിരെ പിറുപിറുത്തു. നമ്മൾ മുഴുവനും കാണുന്നൊരു കാഴ്ച, എപ്പോഴെല്ലാം ജനം പിറുപിറുക്കാൻ ആരംഭിക്കുന്നു അപ്പോഴെല്ലാം അവർ പഴയ ഈജിപ്തിലെ നഷ്ടപ്പെട്ടു പോയതിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിനോട് താരതമ്യം ചെയ്യുന്നൊരു രീതി കാണുന്നുണ്ട്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. ഈജിപ്തിൽ വെച്ച് തങ്ങൾക്കുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അവർ ഓർക്കുകയും അതെല്ലാം നഷ്ടപ്പെടുത്തി മോശയുടെ വാക്ക് കേട്ട് കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ട് തങ്ങൾക്കൊന്നും കിട്ടാതെ പോയി, എല്ലാം നഷ്ടമാണ് എന്ന് പറയുകയും അതിനിടയിൽ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട ഓരോ സംഭവങ്ങളെയും, ചെങ്കടൽ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ സംഭവങ്ങളെയും അവർ സൗകര്യപൂർവ്വം മറന്നുകളയുകയും ചെയ്യുന്നൊരു സംഭവം അവിടെ ഉണ്ടാകുകയാണ്. ഈ പരാതി കേട്ട് അഹറോനും മോശയും അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടാരത്തിന് മുമ്പിലേക്ക് വരികയും ദൈവം എഴുന്നള്ളി വന്ന് അവരോട് പാറയിൽ വടികൊണ്ടടിക്കാൻ അഹറോനോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ പാറയിൽ നിന്ന് ജലം നൽകി ദൈവം അവരുടെ ദാഹം ശമിപ്പിക്കുന്നുണ്ട്. പാറയിൽ നിന്ന് ജലം നൽകിയ ആ സ്ഥലത്തിന് മെരീബ, അല്ലെങ്കിൽ മത്സരം, ദൈവത്തോട് മത്സരിച്ചുകൊണ്ട് സംസാരിച്ച സ്ഥലത്തിന് മെരീബ എന്ന് ആ പേര് ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷെ ദൈവം അതിൻ്റെ പിറകെ ചേർക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ മത്സരിക്കാൻ വന്ന ജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ മോശയും അഹറോനും വാഗ്ദത്ത ദേശമായ, വാഗ്ദത്ത നാടായ കാനാൻ പ്രവേശിക്കുകയില്ല എന്നുകൂടെ ദൈവം പറയുന്നുണ്ട്. തുടർന്ന് ഏദോൻ രാജ്യത്തിലേക്ക്, രാജാവിൻ്റെ അരികിലേക്ക് അവരുടെ രാജ്യത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയുള്ള അനുവാദം മോശയും അഹറോനും ജനത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അവർ പറയുന്ന കണ്ടീഷൻസ് ഒരുപാടുണ്ട്. നിങ്ങളുടെ ഒരു വസ്തുവിനെ ഞങ്ങൾ തൊടുകയില്ല, ധാന്യങ്ങൾ പറിക്കുകയില്ല, മുന്തിരികൾ പറിക്കുകയില്ല, ജലസ്രോതസ്സുകൾ ഉപയോഗിക്കുകയില്ല, ഒന്നും തൊടാതെ വെറുതെ ഞങ്ങൾക്ക് അതിലൂടെ കടന്നു പോകാൻ അനുവാദം. പക്ഷേ ആ അനുവാദം നിഷേധിക്കപ്പെടുകയും അതുകൊണ്ട് യാത്ര അവിടെ നിർത്തിയിട്ട് മറ്റൊരു വഴിയിലേക്ക് അവർ തിരിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് ആ ഭാഗത്ത് അവതരിപ്പിക്കുക. അതേ തുടർന്ന് നമ്മൾ കാണുന്നത് അഹറോൻ്റെ മരണമാണ്. ഹോർ എന്ന വാക്കിൻ്റെ അർത്ഥം വിനാശം എന്നാണ്. ഹോർ മലയ്ക്ക് അരികിൽ വെച്ച് അഹറോൻ ആ മലയിലേക്ക് കയറിപ്പോവുകയാണ്. കയറിപ്പോകുന്നതിന് മുൻപ് മോശയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായ എലയാസറിന് തൻ്റെ പൗരോഹിത്യ ധർമ്മത്തിൻ്റെ പ്രതീകമായ പുറങ്കുപ്പായം ഊരി നൽകുകയും തുടർന്ന് മോശയുടെ അനുവാദത്തോടെ ഹോർ മലയിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്ന അഹറോനെ അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ വെച്ച് അഹറോൻ മരണപ്പെടുന്നു. നിങ്ങൾ എൻ്റെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് മോശയോടും അഹറോനോടും ദൈവം പറഞ്ഞതിൻ്റെ ഒരു പൂർത്തി അവിടെ സംഭവിക്കുകയാണ്. അഹറോൻ മരണപ്പെടുന്നു. അഹറോനെ പ്രതി ദുഃഖം ആചരിക്കുന്ന ഇസ്രായേൽ സമൂഹത്തെ അവതരിപ്പിച്ചിട്ടാണ് ആ 20-ാമത്തെ അധ്യായം പൂർത്തിയാകുന്നത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം അനുദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ കാണുക. ഉദാഹരണത്തിന്, ഒരു വ്യക്തി മരണപ്പെട്ട് കിടക്കുന്നത് കാണുകയും അതെങ്ങനെ ആ മരണം സംഭവിച്ചു എന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ എങ്ങനെ അതിന് പരിഹാരം കാണണമെന്നുള്ള നിർദ്ദേശം. അത് പറയുന്നത്, ഘാതകൻ ആരെന്ന് അറിയാതെ പോയാൽ, അല്ലെങ്കിൽ മരണ കാരണം എന്തെന്ന് അറിയാതെ പോയാൽ തൊട്ടടുത്ത് കിടക്കുന്ന അവരുടെ പട്ടണത്തിൽ നിന്ന്, ഏറ്റവും അടുത്ത പട്ടണത്തിൽ നിന്ന് ഇതുവരെ ഉപയോഗിക്കപ്പെടാത്ത, ഭാരമൊന്നും ചുമക്കാത്ത ഒരു ആട്ടിൻകുട്ടിയെ, ഒരു ബലിമൃഗത്തെ കണ്ടെത്തി ആ ബലിമൃഗത്തെ കൊണ്ടുവന്ന് ബലിയർപ്പിച്ച് അതിന് പരിഹാരം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ. അതുപോലെ യുദ്ധത്തടവുകാരായ വ്യക്തികളോട് എങ്ങനെ പെരുമാറണം, അവിടെയുള്ള സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ ആദ്യജാതൻ, അവനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം,
അവൻ്റെ സമ്പത്തിലെ അവകാശത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടണം എന്നുള്ള സംവിധാനങ്ങളെല്ലാം ദൈവം അവർക്ക് നിർദ്ദേശം നൽകുകയാണ്. ധിക്കാരിയായൊരു മകൻ, അവനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം? അത് പറയുന്നത്, അവൻ ധിക്കാരിയായി വളരുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥകൾ മാതാപിതാക്കൾ സമൂഹത്തെ, നേതൃത്വത്തെ അറിയിക്കുകയും വേണ്ടി വന്നാൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ വേണമെന്നുള്ള നിർദ്ദേശമാണ് അതിലുള്ളത്. അതുപോലെ തന്നെ മരത്തിൽ തൂക്കുക എന്നുള്ള ശിക്ഷ നടപ്പാക്കേണ്ടത് എങ്ങനെയെന്ന്. അവസാനം പറയുക, മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ടവനാണെന്ന പ്രസ്താവനയോടെയാണ് ആ ഭാഗം അവസാനിക്കുന്നത്. സങ്കീർത്തനത്തിൻ്റെ 100-ാം അധ്യായത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്തോത്ര ഗീതം ആലപിക്കുകയാണ്. 5 വാചകങ്ങളാണ്, 5 വാക്യങ്ങളാണ് അതിനകത്തുള്ളത്. വിശ്വസ്തനായ കർത്താവിന്, വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കർത്താവിന് സ്തോത്രഗീതം ആലപിക്കുക എന്നുള്ള സന്ദേശമാണ് 100-ാം അധ്യായം നൽകുക. പ്രിയമുള്ളവരെ, ഈ 3 വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളും ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ ഒറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് എത്താം. അനുദിന ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഇടപെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അത് സന്തോഷമായിക്കൊള്ളട്ടെ, സങ്കടമായിക്കൊള്ളട്ടെ, എല്ലാത്തിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു തിരുത്തലായി, ഓർമ്മപ്പെടുത്തലായി, താക്കീതായി, ആശ്വാസമായി ദൈവം നമ്മുടെ കൂടെ, സഹായമായി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശം ഈ 3 വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തമ്പുരാന് നന്ദി പറയാം, അവൻ കൂടെ ആയിരിക്കുന്നതിന്. അവൻ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് പോകാം. വചന ഗ്രന്ഥ ഭാഗത്തേക്ക്, വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അധ്യായം 19. കർത്താവ് മോശയോടും അഹറോനോടും അരുളിച്ചെയ്തു, ഞാൻ കൽപ്പിക്കുന്ന അനുഷ്ഠാനവിധി ഇതാണ്. ഊനമില്ലാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു ചെമന്ന പശുക്കിടാവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേലിനോട് പറയുക. അതിനെ പുരോഹിതനായ എലയാസറിനെ ഏൽപ്പിക്കണം. പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി അവന്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം. പുരോഹിതനായ എലയാസർ അതിന്റെ രക്തത്തിൽ വിരൽ മുക്കി സമാഗമ കൂടാരത്തിന്റെ മുൻഭാഗത്ത് 7 പ്രാവശ്യം തളിക്കണം. പശുക്കുട്ടിയെ അവന്റെ മുമ്പിൽ വെച്ച് ദഹിപ്പിക്കണം. തുകലും മാംസവും രക്തവും ചാണകവും എല്ലാം ദഹിപ്പിക്കണം. ദേവദാരു, ഹിസോപ്പ്, ചെമന്ന നൂൽ ഇവയെടുത്ത് പശുക്കിടാവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയിലിടണം. പിന്നീട് അവൻ വസ്ത്രങ്ങൾ അലക്കി കുളിച്ച് പാളയത്തിലേക്ക് വരണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. പശുക്കിടാവിനെ ദഹിപ്പിച്ചവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ശുദ്ധിയുള്ള ഒരാൾ പശുക്കിടാവിന്റെ ചാരം ശേഖരിച്ച് പാളയത്തിന് പുറത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം. അത് ഇസ്രായേൽക്കാർക്ക് പാപമോചനത്തിനുള്ള ശുദ്ധീകരണ ജലം തയ്യാറാക്കുന്നതിനായി സൂക്ഷിക്കണം. പശുക്കിടാവിന്റെ ചാരം ശേഖരിച്ചവൻ വസ്ത്രമലക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ഇസ്രായേല്യർക്കും അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികൾക്കും ശാശ്വത നിയമമാണിത്. മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തന്നെ ശുദ്ധനാക്കണം. അപ്പോൾ അവൻ ശുദ്ധനാകും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധികർമ്മം നടത്തിയില്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാകയില്ല. ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ ശുദ്ധീകരിക്കാത്തവൻ കർത്താവിന്റെ കൂടാരത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കണം. ശുദ്ധീകരണ ജലം തന്റെ മേൽ തളിക്കാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണ്. അവനിൽ അശുദ്ധി നിലനിൽക്കുന്നു. കൂടാരത്തിനുള്ളിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അതേക്കുറിച്ചുള്ള നിയമം ഇതാണ്. കൂടാരത്തിൽ പ്രവേശിക്കുന്നവനും കൂടാരത്തിലുള്ളവനും 7 ദിവസത്തേക്ക് അശുദ്ധരായിരിക്കും. തുറന്നു വച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകും. വാളിനിരയായവനെയോ ശവശരീരത്തെയോ മനുഷ്യാസ്ഥിയെയോ ശവക്കുഴിയെയോ വെളിയിൽ വെച്ച് സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. അശുദ്ധനായവന് വേണ്ടി പാപപരിഹാര ബലിയിൽ നിന്ന് ചാരമെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഒഴുക്കുനീർ കലർത്തണം. പിന്നീട് ശുദ്ധിയുള്ള ഒരാൾ ഹിസോപ്പെടുത്ത് ആ വെള്ളത്തിൽ മുക്കി കൂടാരം, ഉപകരണങ്ങൾ എന്നിവയുടെ മേലും അവിടെയുള്ള ആളുകൾ അസ്ഥിയെയോ കൊല്ലപ്പെട്ടവനെയോ ശവശരീരത്തെയോ ശവക്കുഴിയെയോ സ്പർശിച്ചവർ തുടങ്ങി എല്ലാവരുടെയും മേലും തളിക്കണം. ശുദ്ധിയുള്ളവൻ അശുദ്ധനായവന്റെ മേൽ ഇപ്രകാരം 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം. 7-ാം ദിവസം അവൻ വസ്ത്രമലക്കി കുളിച്ച് തന്നെ ശുദ്ധീകരിക്കണം. അന്ന് സായാഹ്നം മുതൽ അവൻ ശുദ്ധനായിരിക്കും. അശുദ്ധനായി കഴിഞ്ഞിട്ട് ശുദ്ധി നേടാത്ത വ്യക്തിയെ കർത്താവിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കിയതിനാൽ സമൂഹത്തിൽ നിന്ന് പുറം തള്ളണം. ശുദ്ധീകരണ ജലം തളിക്കപ്പെടാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണ്. ഇത് ശാശ്വത നിയമമാണ്. ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം. ആ ജലം തൊടുന്നവൻ സായാഹ്നം വരെ അശുദ്ധനായിരിക്കും. അശുദ്ധൻ സ്പർശിക്കുന്നതെന്തും
അശുദ്ധമായിത്തീരും. അശുദ്ധമായി തീർന്നതിനെ സ്പർശിക്കുന്നവനും സയാനം വരെ അശുദ്ധനായിരിക്കും. അധ്യായം 20. ഇസ്രായേൽ ജനം 1-ാം മാസത്തിൽ സിൻ മരുഭൂമിയിലെത്തി. അവർ കാദേശിൽ താമസിച്ചു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ചുകൂടി. ജനം മോശയോട് എതിർത്തു പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിന്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ. ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിന്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല. കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോൾ മോശയും അഹ്റോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാര വാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിന്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക. നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പനയനുസരിച്ച് മോശ കർത്താവിന്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എന്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്കവിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരീബായിലെ ജലം. ഇവിടെ വച്ചാണ് ഇസ്രായേല്യർ കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തന്റെ പരിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത്. മോശ കാദേശിൽ നിന്ന് ദൂതന്മാരെ അയച്ച് ഏദോം രാജാവിനോട് പറഞ്ഞു, നിന്റെ സഹോദരനായ ഇസ്രായേൽ അറിയിക്കുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതകളെല്ലാം നീ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലേക്ക് പോയതും ദീർഘകാലം അവിടെ ജീവിച്ചതും ഈജിപ്തുകാർ ഞങ്ങളുടെ പിതാക്കന്മാരോടും ഞങ്ങളോടും ക്രൂരമായി പ്രവർത്തിച്ചതുമെല്ലാം നിനക്കറിയാം. അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞങ്ങളുടെ സ്വരം ശ്രവിച്ചു. തന്റെ ദൂതനെ അയച്ച് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോന്നു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ അതിർത്തിയിലുള്ള കാദേശ് നഗരത്തിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നുപോകാൻ ഞങ്ങളെ അനുവദിക്കണം. വയലുകളിലോ മുന്തിരിത്തോട്ടങ്ങളിലോ ഞങ്ങൾ പ്രവേശിക്കുകയില്ല. നിങ്ങളുടെ കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല. നിങ്ങളുടെ രാജ്യാതിർത്തി കടക്കുന്നതുവരെ ഇടം വലം തിരിയാതെ രാജപാതയിലൂടെ തന്നെ ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഏദോം രാജാവ് എതിർത്തു പറഞ്ഞു, നിങ്ങൾ കടന്നു പോകരുത്. കടന്നാൽ വാളുമായി ഞാൻ നിങ്ങളെ നേരിടും. ഇസ്രായേൽക്കാർ പറഞ്ഞു, ഞങ്ങൾ പെരുവഴിയിലൂടെ പൊയ്ക്കൊള്ളാം. ഞങ്ങളോ ഞങ്ങളുടെ മൃഗങ്ങളോ നിങ്ങളുടെ വെള്ളം കുടിച്ചാൽ അതിന് വില തന്നുകൊള്ളാം. കടന്നു പോകാൻ അനുവദിക്കണമെന്നല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. അവൻ പറഞ്ഞു, നീ കടന്നു പോകാൻ പാടില്ല. ശക്തമായ സൈന്യവുമായി ഏദോം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു. തന്റെ അതിർത്തിയിലൂടെ ഇസ്രായേൽ കടന്നുപോകുന്നത് ഏദോം തടഞ്ഞു. അതിനാൽ ഇസ്രായേൽ അവിടെ നിന്ന് തിരിച്ചുപോയി. ഇസ്രായേല്യർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഹോർമലയിലെത്തി. ഏദോം രാജ്യാതിർത്തിയിലുള്ള ഹോർമലയിൽ വെച്ച് കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, അഹ്റോൻ തന്റെ പിതാക്കന്മാരോട് ചേരും. മെരീബ ജലാശയത്തിങ്കൽ വെച്ച് നിങ്ങൾ എന്റെ കൽപ്പനയെ ധിക്കരിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല. അഹ്റോനെയും പുത്രൻ എലയാസറിനെയും ഹോർമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അഹ്റോന്റെ വസ്ത്രം ഊരി മകനായ എലയാസറിനെ ധരിപ്പിക്കുക. അഹ്റോൻ അവിടെ വെച്ച് തന്റെ പിതാക്കന്മാരോട് ചേരും. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമൂഹം മുഴുവൻ നോക്കി നിൽക്കെ അവർ ഹോർമലയിലേക്ക് കയറിപ്പോയി. മോശ അഹ്റോന്റെ വസ്ത്രമൂരി അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിച്ചു. മലമുകളിൽ വെച്ച് അഹ്റോൻ മരിച്ചു. മോശയും എലയാസറും മലയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു.
അഹറോൻ മരിച്ചുപോയി എന്നറിഞ്ഞ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അവനെ ഓർത്ത് 30 ദിവസം ദുഃഖമാചരിച്ചു. അധ്യായം 21. നിന്റെ ദൈവമായ കർത്താവ് നിനക്കവകാശമായി തരുന്ന ദേശത്ത് വധിക്കപ്പെട്ട ഒരുവന്റെ ശരീരം തുറസായ സ്ഥലത്ത് കാണപ്പെടുകയും ഘാതകനാരെന്നറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരും വന്ന് മൃതശരീരം കിടക്കുന്ന സ്ഥലത്തുനിന്ന് ചുറ്റുമുള്ള ഓരോ പട്ടണത്തിലേക്കുമുള്ള ദൂരം അളക്കണം. മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്ത പട്ടണത്തിൽ നിന്ന് ഒരിക്കലും പണിയെടുപ്പിക്കുകയോ നുകം വയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ടുവരണം. നീരൊഴുക്കുള്ള ഒരു അരുവിയുടെ തീരത്ത് ഒരിക്കലും ഒഴുകുകയോ വിതയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ആ പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്തൊടിക്കണം. നിന്റെ ദൈവമായ കർത്താവ് തനിക്ക് ശുശ്രൂഷ ചെയ്യാനും തൻ്റെ നാമത്തിൽ ആശീർവദിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്ന ലേവ്യ പുരോഹിതന്മാർ അടുത്തുവന്ന് തർക്കങ്ങൾക്കും അക്രമങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കട്ടെ. മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്തുള്ള നഗരത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരും താഴ്വരയിൽ വന്ന് കഴുത്തൊടിച്ച പശുക്കിടാവിൻ്റെ മേൽ കൈ കഴുകണം. അനന്തരം ഇങ്ങനെ പറയട്ടെ: ഞങ്ങളുടെ കരങ്ങൾ ഈ രക്തം ചൊരിയുകയോ ഞങ്ങളുടെ കണ്ണുകൾ ഇത് കാണുകയോ ചെയ്തിട്ടില്ല. കർത്താവേ, അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിച്ചാലും നിർദോഷന്റെ രക്തം ചിന്തിയെന്ന കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ. നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം അവരോട് പൊറുക്കണമേ. കർത്താവിനിഷ്ടമായത് ചെയ്തു കഴിയുമ്പോൾ നിർദോഷന്റെ രക്തം ചിന്തിയ കുറ്റത്തിൽ നിന്ന് നീ വിമുക്തനാകും. ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും നീ അവരെ അടിമകളാക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഇടയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും അവളിൽ നിനക്ക് താൽപ്പര്യം ജനിക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അവൾ തലമുണ്ഡനം ചെയ്യുകയും നഖം വെട്ടുകയും ചെയ്തതിന് ശേഷം അടിമത്തത്തിൻ്റെ വസ്ത്രം മാറ്റി 1 മാസത്തേക്ക് നിന്റെ വീട്ടിലിരുന്ന് സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് വിലപിക്കട്ടെ. അതിനുശേഷം നിനക്കവളെ പ്രാപിക്കാം. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിരിക്കും. പിന്നീട് നിനക്കവളിൽ പ്രീതിയില്ലെങ്കിൽ അവളെ സ്വതന്ത്രയായി വിട്ടയക്കുക. നീ അവളെ അപകൃഷ്ടയാക്കിയതിനാൽ ഒരിക്കലും അവളെ വിൽക്കുകയോ അടിമയായി പരിഗണിക്കുകയോ അരുത്. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടായിരിക്കുകയും അവൻ ഒരുവളെ സ്നേഹിക്കുകയും മറ്റവളെ ദ്വേഷിക്കുകയും ഇരുവരിലും അവന് സന്താനങ്ങൾ ഉണ്ടാവുകയും ആദ്യജാതൻ ദ്വേഷിക്കുന്നവളിൽ നിന്നുള്ളവനായിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ വസ്തുവകകൾ പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ താൻ വെറുക്കുന്നവളുടെ മകനും ആദ്യജാതനുമായവനെ മാറ്റി നിർത്തിയിട്ട് പകരം താൻ സ്നേഹിക്കുന്നവളുടെ മകനെ ആദ്യജാതനായി കണക്കാക്കരുത്. അവൻ തൻ്റെ സകല സമ്പത്തുകളുടെയും 2 ഓഹരി വെറുക്കുന്നവളുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനായി അംഗീകരിക്കണം. അവനാണ് തൻ്റെ പുരുഷത്വത്തിൻ്റെ ആദ്യഫലം. ആദ്യജാതന്റെ അവകാശം അവനുള്ളതാണ്. ഒരുവന് ദുർവാശിക്കാരനും ധിക്കാരിയും മാതാപിതാക്കന്മാരുടെ വാക്ക് കേൾക്കുകയോ ശിക്ഷിച്ചാൽ പോലും അവരെ അനുസരിക്കുകയോ ചെയ്യാത്തവനുമായ ഒരു മകനുണ്ടെന്നിരിക്കട്ടെ. മാതാപിതാക്കന്മാർ അവനെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവരോട് പറയണം: ഞങ്ങളുടെ ഈ മകൻ ദുർവാശിക്കാരനും ധിക്കാരിയുമാണ്. അവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല. ഭോജനപ്രിയനും മദ്യപനുമാണ്. അപ്പോൾ പട്ടണവാസികൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. ഇസ്രായേൽ മുഴുവൻ
ഇത് കേട്ട് ഭയപ്പെടട്ടെ. ഒരുവൻ മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക. ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്കവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്ന് തന്നെ അത് മറവ് ചെയ്യണം. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കാൻ ഏവരെയും ക്ഷണിക്കുകയാണ് 100-ാം സങ്കീർത്തന കർത്താവ്. കർത്തൃസന്നിധിയിൽ ഗാനാലാപത്തോടെ ആയിരിക്കുന്നത് എത്ര സുന്ദരമാണ്. കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ, വരുവിൻ, വരുവിൻ. ദൈവമാണെന്നറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. കർത്താവ് ദൈവമാണെന്നറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ, വരുവിൻ, വരുവിൻ. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികളാലപിച്ചുകൊണ്ടവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. സ്തുതികളാലപിച്ചുകൊണ്ടവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്കു നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. അവിടുത്തേക്കു നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ. സന്തോഷ
കാരുണ്യം ശാശ്വതമാണ്, കർത്താവ് നല്ലവനാണ് അവിടുത്തെ. കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ, വരുവിൻ, വരുവിൻ. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ, വരുവിൻ, വരുവിൻ.